നമസ്കാരം പ്രിയമുള്ളവരെ. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാഷണൽ കോൺഫറൻസ് MP അഗാ മെഹദിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ വലിയ ചർച്ച നടക്കുന്നതിനിടയിൽ ലോക്സഭയിൽ വലിയ രീതിയിൽ അതിനെതിരെ പ്രക്ഷോഭം നയിച്ച തൃണമൂൽ കോൺഗ്രസ് MPയും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പട്ടാൻ അദ്ദേഹം വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം ലോക്സഭയിൽ നയിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സമീപം ഒരു മുസ്ലിം MP എത്തി. അദ്ദേഹം യൂസഫ് പത്താനോട്, അതായത് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം ലോക്സഭയിൽ നയിക്കുന്ന യൂസഫ് പത്താനോട് ഇങ്ങനെ പറഞ്ഞു: നിനക്ക് BJP സർക്കാരിനെതിരെ സമരം ചെയ്യുവാൻ ഭയമില്ലേ? നിന്റെ വീട് ഗുജറാത്തിലല്ലേ? നിന്റെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തും എന്ന് ഭീഷണിപ്പെടുത്തി ആ മുസ്ലിം MP എന്നാണ് അഗാ മെഹദി എന്ന് പറയുന്ന നാഷണൽ കോൺഫറൻസിൻ്റെ ജമ്മു കാശ്മീരിൽ നിന്നുള്ള MPയുടെ ഒരു പ്രസ്താവന. അദ്ദേഹം ആ പ്രസ്താവന പൂരിപ്പിക്കുന്നുണ്ട്. മഹുവ മൈത്ര, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ MP, ഈ സമയം യൂസഫ് പത്താനടുത്തെത്തി അദ്ദേഹത്തെ ധൈര്യം കൊടുക്കുന്നു. നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം നിനക്ക് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും മമതാ ബാനർജി എന്ന നേതാവുമുണ്ട് എന്ന് യൂസഫ് പത്താന് മഹുവ മൈത്രി ധൈര്യം കൊടുക്കുന്നു എന്നും അഗാ മെഹദിയുടെ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വിട്ട് യൂസഫ് പത്താൻ BJP ചേരിയിലേക്ക് മാറുവാനിരിക്കുന്ന സമയത്താണ് ഈ പ്രസ്താവന വരുന്നത് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു സത്യം, ചില യാഥാർത്ഥ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചില മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തൃണമൂൽ MP മഹുവ മൊയ്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെ: യൂസഫ് പത്താനെ വന്ന് ഭീഷണിപ്പെടുത്തിയ, നിനക്ക് ഗുജറാത്തിലല്ലേ നിൻ്റെ വീട്? കാരണം യൂസഫ് പത്താൻ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ MP ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട് ഗുജറാത്തിലാണ്. ഗുജറാത്തിലല്ലേ നിൻ്റെ വീട്? നീ BJP സർക്കാരിനെതിരെ പ്രതികരിച്ചാൽ നിൻ്റെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തും എന്ന് പറഞ്ഞ് യൂസഫ് പത്താനെ ഭീഷണിപ്പെടുത്തിയ MP അത് ആൾ ഇന്ത്യ മജ്ലിസെ മൂവ്മെൻറ്റിൻ്റെ നേതാവ് അസൈദുദ്ദീൻ ഉവൈസിയാണ് എന്ന് ഇന്ന് മഹുവ മൈത്രി പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അസദുദ്ദീൻ ഒവൈസിയെക്കുറിച്ച് ചിലയിടങ്ങളിൽ ചില സെക്കുലർ മതേതര ചിന്ത വച്ചു പുലർത്തുന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് മഹുവ മൈത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം അവരുടെ ഒരു പ്രതികരണം നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ലോക്സഭയിൽ BJPക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു മുഖമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പ്രസ്താവനയെ നമ്മൾ സംശയത്തോടുകൂടി നോക്കേണ്ട കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അസൈദുദ്ദീൻ ഒവൈസിയുടെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ പല സമയത്തും ഉത്തരേന്ത്യയിൽ BJPയെ സഹായിക്കുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മതേതര മുഖമുള്ള ആളുകളൊക്കെയും അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ BJPക്കെതിരെ പ്രതികരിച്ച യൂസഫ് പത്താൻ എന്ന് പറയുന്ന തൃണമൂൽ MPയെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ BJPക്ക് അനുകൂലമായിരുന്നു എന്നു തന്നെ വ്യക്തമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏകദേശം 30-ലധികം സീറ്റുകളിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ മുസ്ലിം വോട്ടുകൾ വിഭജിച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമായിരുന്നു, ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമായിരുന്നു. അതിന് വിഘാതമായിട്ട് മഹാരാഷ്ട്രയിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും ഒക്കെയും വോട്ട് ബാങ്കുകൾ വിഭജിച്ച് BJPയെ വിജയിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ അസൈദുദ്ദീൻ ഒവൈസിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ അസൈദുദ്ദീൻ ഒവൈസി സംശയമുനയിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ സമാനമായ രാഷ്ട്രീയ ദർശനങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളുടെയും ഈ അടുത്ത ദിവസങ്ങളിലെയൊക്കെയും പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും ഒക്കെ അവരുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ സംശയാസ്പദമായിരുന്നു എന്നതുകൂടിയുണ്ട്. അതായത് പരസ്പരം സഹകരിച്ചും അല്ലെങ്കിൽ പരസ്പരം വളർച്ചയ്ക്ക് നിദാനമായിട്ടാണ് ഹൈന്ദവ വർഗീയവാദവും മുസ്ലിം വർഗീയവാദവും നീങ്ങുന്നത് എന്നത് വലിയ അപകടമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും അസദുദ്ദീൻ ഒവൈസി വളർന്നാലേ BJPക്ക് വളർത്തുവാൻ പറ്റൂ, BJP വളർന്നാലേ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് വളരാൻ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ കാണുന്നത് വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒക്കെയും ഉടമയാണ് അസദുദ്ദീൻ ഒവൈസി. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണ ഏജൻസിയുടെയും കേസ് നിലനിൽക്കുന്നില്ല എന്നതാണ്. ഇന്ത്യ മുന്നണിയുടെ ഒട്ടുമിക്ക നേതാക്കന്മാർക്കെതിരെയും
അരവിന്ദ് കെജ്രിവാൾ മുതൽ മമതാ ബാനർജി വരെയുള്ള എല്ലാ നേതാക്കന്മാർക്കെതിരെയും കേസുകൾ അന്വേഷണ ഏജൻസികൾ നിരന്തരമായി വേട്ടയാടുമ്പോൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇരിക്കേണ്ടി വരുമ്പോൾ അസദുദ്ദീൻ ഒവൈസി അത്തരം കേസുകളെ ഒന്നും നേരിടുന്നില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും അസദുദ്ദീൻ ഒവൈസിയുടെ ഇത്തരം നിലപാടുകളായിരുന്നു. അവിടെ വോട്ടുകൾ വിഭജിച്ചതായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ അസദുദ്ദീൻ ഒവൈസിക്ക് വളരുവാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ചും അവിടെ അതിതീവ്രമായി ഹൈന്ദവത പറയുന്ന BJPക്ക് എതിരെ കോൺഗ്രസിൻ്റേത് കുറച്ച് സെക്കുലറായിട്ടുള്ളൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി തീവ്രമായ മുസ്ലിം തീവ്രത പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം അവിടുത്തെ മുസ്ലിം ജനത പോകുന്നു എന്നത് ഭയാനകമെന്നാണ് തന്നെയാണ്. കാരണം അതൊരിക്കലും അവരുടെ നിലനിൽപ്പിന് യോജിച്ചതല്ല, അത് അപകടകരമാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അസദുദ്ദീൻ ഒവൈസിയൊക്കെ പറയുന്നത് ഇപ്പോൾ പൊതുയിടങ്ങളിൽ അവിടെ നിസ്കാരമൊക്കെ വിലക്കിക്കൊണ്ട് UPയിലൊക്കെ നിയമങ്ങൾ വരുമ്പോൾ അത് ഹൈന്ദവർക്കും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം അങ്ങനെയില്ല, എല്ലാവർക്കും വേണ്ടി അങ്ങനെ നിയമങ്ങൾ ഉണ്ടാകണമെന്നാണ്. പക്ഷേ അതൊക്കെ തന്നെയും ഇപ്പോഴത്തെ ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ അനുയോജ്യമല്ല എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് BJP ലക്ഷ്യമാക്കുന്നത് എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊടുക്കുക എന്ന ഉദ്യമമാണ് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി ഏറ്റെടുത്തിരിക്കുന്നത്. അത് BJPയെ വളരുന്നതിന് സഹായിക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ ഭൂമിക തെക്കേ ഇന്ത്യയുടെ പോലെയല്ല. വിഭജനത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചവരാണവർ. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ അവിടെ നടന്ന കലാപങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും ഒക്കെ തീവ്രത അത് ഇങ്ങനെ തലമുറകളായി പകർന്നു പോകുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ അത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവിടെ പെട്ടെന്ന് ഈ വർഗീയ ചുവയുള്ള പ്രസംഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ വിലക്കെടുക്കപ്പെടും, ആളുകൾ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകുന്നതും രാഷ്ട്രീയത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്നതും എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചോദിക്കും, അസദുദ്ദീൻ ഒവൈസിയുടെ തട്ടകം ഹൈദരാബാദ് അല്ലേ എന്ന്. അതിൻ്റെ രാഷ്ട്രീയ ഭൂമികയും കുറച്ചുകൂടി ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളുമായി യോജിച്ചു പോകുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരം പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പോകുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഒട്ടും യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്കുലർ മതേതര ഭാവം വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് പോകുക എന്നതാണ് ഈ കാലയളവിൽ ഏറ്റവും നല്ലത്. കാരണം ഇങ്ങനെ തീവ്രത പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെയും അവരുടെ ഒരു രാഷ്ട്രീയ രീതിയും ചിത്രവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ BJPക്ക് സഹായകമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും യൂസുഫ് പത്താനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം ഈ ഭീഷണിയോട് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രക്ഷോഭം, ലോക്സഭയിലെ പ്രക്ഷോഭം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം സീറ്റിൽ വന്നിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യഗൗരവം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. പിന്നെ മഹുവ മൊയ്ത്ര വന്നാണ് പറയുന്നത്, താങ്കൾ ഭയക്കേണ്ടതില്ല, താങ്കളുടെ പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും മമതാ ബാനർജി എന്ന നേതാവും ഉണ്ടെന്ന്. എന്തായാലും ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഹൈന്ദവ മുസ്ലിം രാഷ്ട്രീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പരസ്പരം സഹകരിച്ചുള്ള മുന്നേറ്റമാണ് എന്നാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ എവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.